ചിക്കൻ വെച്ചുണ്ടാക്കുന്ന ഐറ്റംസിലേ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് സംശയം തന്നെയാണല്ലേ. കാരണം ഒരുപാട് ഐറ്റംസ് നല്ലതുണ്ട്. എന്നാലും അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ദേ ഈ കാണുന്നത്. മനസ്സിലായി കാണുമല്ലോ, പെപ്പർ ചിക്കനാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ഏലക്ക ചേർക്കുന്നുണ്ട് കേട്ടോ. ഏലക്കയുടെ രുചി ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവ് അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 എണ്ണം അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടാണ് നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു ഭാഗം ആവുന്ന സമയത്ത്, റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ കറിവേപ്പിലയൊക്കെ ഒന്നുകൂടെ ഇതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആവശ്യം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി പാന് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സവാളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഉപ്പിടുന്ന കാര്യം. അപ്പോൾ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അടച്ചിട്ട് വേണം ഇതൊന്ന് ഇതാക്കി എടുക്കാൻ. എന്നാൽ നല്ല പോലെ സോഫ്റ്റായി കിട്ടും. ഇനി ഞാൻ ഇപ്പം പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം വീഡിയോയിൽ അത് വന്നിട്ടില്ല, ക്യാമറ ഓഫായി ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊരു 1/4 കിലോളം ചിക്കൻ ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ അത് പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ വറുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് വറുത്തെടുത്താലും മതി. ഇനി നമുക്കിത് അടച്ചൊന്ന് വേവിക്കണം. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അടച്ച് തന്നെ വേവിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വേണം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി 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 ഈ വെള്ളം വറ്റുന്ന വരെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആ ഒരു മസാല ഇതിൽ കോട്ട് ചെയ്ത് പിടിക്കുന്ന രീതിക്കാണ് വെന്ത് വരേണ്ടത് കേട്ടോ. ഇത് ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. റെഡ് ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഏകദേശം ഒരു 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, എരിവിനൊക്കെ അനുസരിച്ചിട്ട്. ഇപ്പം തന്നെ എരിവ് കൂടുതലുണ്ടെങ്കിൽ പിന്നെ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഡ്രൈ ആക്കി അങ്ങ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണ്, സെറ്റല്ലേ? ഒരു തവണ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ രുചി അങ്ങ് പിടിച്ചാലേ പിന്നെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഉണ്ടാക്കിയോളും. ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഷെയർ ചെയ്യാൻ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.